നമസ്കാരം. ഇന്ത്യയുടെ അതിർത്തി വർദ്ധിച്ചിരിക്കുന്നു. 48% ഇന്ത്യയുടെ അതിർത്തി വർദ്ധിച്ചിരിക്കുന്നത്. ഇത് എവിടെയാണെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ 48% വർദ്ധിച്ചിരിക്കുന്നു. അതായത് 3500 പരം കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ വർദ്ധിച്ചിരിക്കുന്നത്. ഇതുവരെ ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ എന്നറിയപ്പെട്ടിരുന്നത് 7500 കിലോമീറ്റർ ആണ്. ഇപ്പോൾ അത് 11,000 കിലോമീറ്ററിന് മേലെയായിരിക്കുന്നു. എങ്ങനെയാണ് ഇന്ത്യക്ക് ഇത് സാധ്യമായത്? ഇന്ത്യ അതിന്റെ അതിർത്തി ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഒരു ബുള്ളറ്റ് പോലും വഹിക്കാതെയാണ്. ടെക്നോളജി ഉപയോഗിച്ചാണ് ഇന്ത്യ അതിർത്തി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയെന്നാൽ 7 ദ്വീപുകളാണ് ഇപ്പോൾ ഇന്ത്യ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ ഇല്ലാതെ ഇരുന്ന, അല്ലെങ്കിൽ ഇന്ത്യ മാപ്പിംഗ് ചെയ്യാതെ ഇരുന്ന 7 ദ്വീപുകളാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നിവയുടെ പരിസര പ്രദേശങ്ങളിലുള്ള മറ്റ് ദ്വീപുകളാണ് 7 ദ്വീപുകളാണ് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ശക്തമായ സാറ്റലൈറ്റ് നിരീക്ഷണത്തിന്റെ ഭാഗമായുള്ള, ഇന്ത്യയുടെ വികസിച്ച ഒരു ടെക്നോളജിയുടെ ഭാഗമായുള്ള ഒരു കൂട്ടിച്ചേർക്കലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വളരെ വലിയ ഒരു നേട്ടമാണ് ഇന്ത്യ ഇതിലൂടെ സ്വായത്തമാക്കിയിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി ഇന്ത്യ അതിന്റെ ഭൂപ്രദേശങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം ഇതുവരെ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ പോയി നാം പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എക്സാമിന് ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ 11,000 കിലോമീറ്റർ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കും. പക്ഷേ വളരെ വേഗം തന്നെ ഇതിനൊരു മാറ്റം വരും. ഇത് കണക്കിൽ ഉൾപ്പെടുത്തി ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള മാറ്റം ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുക 7500 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ എന്ന് തന്നെയായിരിക്കും. പക്ഷെ ഈ ഒരു വാർത്ത മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ പ്രാധാന്യത്തോടു കൂടി ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. കാരണം ഇന്ത്യയുടെ ടെക്നോളജി അത്രത്തോളം വികസിച്ചിരിക്കുന്നു. വളരെ വലിയ മാറ്റങ്ങളാണ് അത് സാമ്പത്തികമായും, അതുപോലെ തന്നെ സൈനികമായും, അതുപോലെ വിനോദസഞ്ചാര മേഖലയിലും, ചൈനയുടെ ഒരു പേൾ ഓഫ് സ്പ്രിംഗ് സമുദ്ര മേഖലയിലുള്ള ചൈനയുടെ കടന്നുകയറ്റത്തിനെതിരെയും എല്ലാം വളരെ വലിയൊരു മുന്നേറ്റമാണ് ഇതിലൂടെ ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം എന്തെന്നാൽ 3500 കിലോമീറ്റർ ദൂരം, അതായത് ഇന്ത്യക്ക് ആകെയുള്ള 7500 കിലോമീറ്റർ കോസ്റ്റ് ലൈന്റെ 48% വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല, വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്. ഇത് ഇന്ത്യ മുൻപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി 1 ഇഞ്ച് ഭൂമി പോലും ഇന്ത്യ വിട്ടു നൽകുകയില്ല. ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ ആവട്ടെ, അല്ലെങ്കിൽ മറ്റ് ബോർഡറുകളാവട്ടെ, ഇന്ത്യ ഇനി എക്സ്പാൻഡ് ചെയ്യുകയേ ഉള്ളൂ എന്ന് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇന്ത്യ എല്ലാ രാജ്യങ്ങൾക്കും ലോകത്തിനും തന്നെ സന്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ നമ്മുടെ ചൈനയുമായുണ്ടായ കോൺഫ്ലിക്റ്റുകളിൽ ഒന്നും തന്നെ നാം ഒട്ടും പിറകോട്ട് പോയിരുന്നില്ല. ചൈനയോട് നേർക്ക് നേർ പൊരുതി നിന്ന്, അല്ലെങ്കിൽ പ്രതിരോധം തീർത്തുകൊണ്ട് ഇന്ത്യയുടെ ഭൂപ്രദേശം സംരക്ഷിക്കുന്ന കാഴ്ച കഴിഞ്ഞ വർഷങ്ങളിൽ നാം കണ്ടിട്ടുണ്ട്. അതിന്റെ മുന്നോടിയായി തന്നെയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇത് എവിടെയൊക്കെയാണ് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെയുള്ള ഏതൊക്കെ ദ്വീപുകളാണ് എന്ന് ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല എങ്കിലും ഏകദേശം ഒരു രൂപം ഏതൊക്കെയാണ് ആ ദ്വീപുകൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ചെത്തലറ്റ് മൈനർ, പിറ്റി നോർത്ത് വെസ്റ്റ് എന്നിവ ലക്ഷദ്വീപ് ഏരിയയിലും, തിലങ്നോങ് സൗത്ത്, ആരൻ മൈനർ, ലിറ്റിൽ കോക്കോ ഈസ്റ്റ്, നാൻകൗറി ഓക്സിലറി പോയിന്റ് എന്നിവ ആൻഡമാൻ നിക്കോബാർ ഏരിയയിലും, വെളങ്കണ്ണീർ റീഫ് ബംഗാൾ ഉൾക്കടൽ മേഖലയിലുമാണ് ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവയാണ് പുതിയ 7 ദ്വീപുകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മാപ്പിംഗ് സാധ്യമാണ് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി. നമ്മുടെ അതിർത്തികളെ കുറിച്ചുള്ള വളരെ ക്ലിയർ ആയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യയുടെ ബാക്കിയുള്ള ബോർഡർ ഏരിയകളിലും ഈ ഒരു സാറ്റലൈറ്റ് ഉപയോഗിച്ച്, ടെക്നോളജി ഉപയോഗിച്ച്, നൂതനമായ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മാപ്പിംഗ് ഇനിയും നടക്കും. ഇന്ത്യ അതിന്റെ അതിർത്തി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യ ഈ കൂട്ടിച്ചേർക്കപ്പെട്ട, എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന 3500 പരം കിലോമീറ്റർ ദൂരം ഇന്ത്യ ഉൾപ്പെടുത്തിയത് കൊണ്ട് ഇന്ത്യക്കുണ്ടാകുന്ന നേട്ടം എന്തെന്നാൽ ഇന്ത്യയുടെ സമുദ്ര സെക്യൂരിറ്റി വർദ്ധിച്ചിരിക്കുന്നു. എങ്ങനെയെന്നാൽ നമ്മുടെ നേവൽ, കോസ്റ്റ് ഗാർഡ് ഇടപെടലുകൾ ഈ മേഖലകളിലെല്ലാം തന്നെ വർദ്ധിക്കും. ഇവിടെ നമുക്ക് നേവൽ സ്റ്റേഷനുകൾ ഉണ്ടാക്കാം. അതുപോലെ ആന്റി സബ്മറൈൻ ഒബ്സർവേഷൻ ഇവിടെ വെച്ച് നടക്കും. അതുപോലെ തന്നെ റഡാർ സ്റ്റേഷനുകൾ നിർമ്മിക്കാം, മിസൈൽ ഡ്രോൺ സ്റ്റേഷനുകൾ നിർമ്മിക്കാം, സർവൈലൻസ് ഡ്രോൺസ്, കോസ്റ്റൽ റഡാർ സിസ്റ്റംസ്, നേവൽ ലാൻഡ് സ്ട്രിപ്സ്, അണ്ടർ വാട്ടർ സോണാർ ബോയ്സ്, ആന്റി സബ്മറൈൻ ഡിറ്റക്ഷൻ സിസ്റ്റംസ്, DRDOയുടെ ലോങ് റേഞ്ച് റഡാറുകൾ, സാറ്റലൈറ്റ് സെന്റേഴ്സ് തുടങ്ങിയവയെല്ലാം തന്നെ നമുക്ക് ഈ ദ്വീപുകളിൽ സ്ഥാപിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ
ഇന്ത്യയുടെ സമുദ്ര മേഖലകളിലുള്ള നിരീക്ഷണം ശക്തമാകും. ചൈനയുടെ ഒരു കടന്നുകയറ്റം, സമുദ്ര മേഖലയിലുള്ള ചൈനയുടെ കടന്നുകയറ്റത്തിന്മേൽ ഒരു തടയിടാൻ, അവയെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കും. മലാക്ക സ്ട്രൈറ്റിന്മേൽ ഇന്ത്യക്ക് കൂടുതൽ അധീശത്വം വരും. അല്ലെങ്കിൽ ആ ഒരു മേഖലയിലെ നിരീക്ഷണം ശക്തമാക്കാനും ചൈനയുടെ ഇടപെടലുകൾക്കുമേൽ വളരെ നല്ലൊരു പ്രതിരോധം തീർക്കാനും ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കും. ഏറ്റവും വലിയൊരു ഗുണം എന്തെന്നാൽ ചൈന പേൾ ഓഫ് സ്ട്രിംഗ് നടത്തുമ്പോൾ ഇതിനെതിരെ നമുക്ക് ഐലൻഡ് ഫോർട്രസ് സ്ട്രാറ്റജി നടപ്പിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇവിടെയെല്ലാം ടൂറിസം വികസിപ്പിക്കാനും ഒരു സാമ്പത്തിക മേഖലയ്ക്ക് ആക്കം കൂട്ടാനും ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. മറ്റ് പല രാജ്യങ്ങളും അവരുടെ പ്രവർത്തനത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം ഇനി അവർക്ക് വികസിക്കാനില്ല, അല്ലെങ്കിൽ ഇനി അവർക്ക് പുതുതായി ഒന്നും ചെയ്യാനില്ല എന്നൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യ പുതുതായുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ കാണുന്നതെല്ലാം തന്നെ അതിന്റെ തുടക്കമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വളരെ വലിയ നീണ്ട ഒരു ലോങ് ടേം പ്രൊജക്ട് ആയാണ് ഇപ്പോൾ ഇന്ത്യ ആരംഭിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാര്യം എന്തെന്നാൽ ഒരു 20 വർഷം 30 വർഷത്തിന് ശേഷം ഫലം കാണുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ നാം തുടക്കം കുറിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും ഫലം കാണുക ലോങ് ടേമിലായിരിക്കും. കാരണം എന്തെന്നാൽ ഇന്ത്യ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇതിന്റെ എല്ലാം റിസൾട്ട്, പൂർണ്ണ തോതിലുള്ള ഫലം അനുഭവിക്കാൻ ഇനിയും സമയമെടുക്കും എന്നുള്ളത് തന്നെയാണ് ഉത്തരം. ഇന്ത്യ മുന്നേറിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ത്യ ഒരു ഇഞ്ച് പോലും അതിർത്തി ഇനി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇന്ത്യ അതിന്റെ അതിർത്തികൾ വികസിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള നടപടിയാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്നതും. ഇനി ഇതിന്മേലുള്ള നമ്മുടെ ആക്സായ് ചിഹ്നാകട്ടെ, POK ആകട്ടെ തുടങ്ങി പല മേഖലകളിലുമുള്ള തിരിച്ചു പിടിക്കൽ അല്ലെങ്കിൽ എക്സ്പാൻഡിങ് ചെയ്യാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതൊരു തുടക്കമായി തീരട്ടെ. ഇത് ഇന്ത്യ തീർച്ചയായും അതിന്റെ ബൗണ്ടറികൾ വികസിപ്പിക്കണം. ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ ഭാഗങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടേതാണ്. അവയെല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ടുള്ള ഒരു അതിർത്തി വികസനം തന്നെയാകട്ടെ ഇന്ത്യയുടേത് എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.